മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് വേണ്ടിയിട്ട് കേരള PSC ഈ വർഷം പ്രധാനപ്പെട്ട ഒരുപാട് എക്സാംസ് നടത്തുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 3 എക്സാംസ് ആണുള്ളത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻ അഗ്രോ ഇൻഡസ്ട്രീസ്, ഇൻ യൂണിവേഴ്സിറ്റീസ്, പിന്നെ ഗ്രൗണ്ട് വാട്ടർ. ഇങ്ങനെ 3 എക്സാംസ് ആണ് ഈ വർഷം PSC നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചിട്ടയായിട്ടുള്ള പഠനത്തിലൂടെ ഈ വർഷം നല്ലൊരു ജോലി നമുക്ക് കിട്ടുന്ന രീതിയിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ മാത്രമല്ല ഇനി വരുന്ന എക്സാമുകൾക്കും നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. നമുക്ക് ഓവർസിയർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ജൂനിയർ വെൽഡർ, അതുപോലെ ഒരുപാട് എക്സാംസ് നമുക്ക് വരാനുണ്ട്. അപ്പോൾ എല്ലാ എക്സാംസിനും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സ്റ്റഡിയാണ്, ഒരു ക്രാഷ് കോഴ്സാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇൻ യൂണിവേഴ്സിറ്റീസിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. നിങ്ങൾ പലരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, പലരും സീരിയസ് ആയിട്ടുള്ള സ്റ്റഡി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമുക്കിനി ഏകദേശം 70-ലധികം ദിവസമാണുള്ളത്. നമുക്ക് ഡേറ്റ് വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 18-നാണ് നമ്മുടെ എക്സാം വരുന്നത്, ഓഗസ്റ്റ് 18. അപ്പോൾ നമുക്കിപ്പോൾ ജൂൺ തുടങ്ങി, ഇനി 2.5 മാസം ഏകദേശമുണ്ട്. അപ്പോൾ വളരെ നന്നായിട്ട് നമുക്ക് ഒരു സബ്ജക്റ്റ് പഠിക്കാനായിട്ട് 4-5 ദിവസം മതി മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ് പഠിക്കാൻ. അതിനുശേഷം വളരെ ഫാസ്റ്റായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് കണ്ട് പഠിക്കുക. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കലിന്റെ കട്ട് ഓഫ് വന്നേക്കുന്നത് 40-നും 50-നും ഇടയ്ക്കാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം കട്ട് ഓഫ് അങ്ങനെ വരണമെന്നില്ല, കട്ട് ഓഫ് കുറച്ചുകൂടെ കൂടുതൽ വരാം. എങ്കിലും നമ്മൾ വളരെ ചിട്ടയായിട്ട് പഠിക്കുക. കോമ്പറ്റീഷൻ മറ്റ് PSCയുടെ എക്സാംസ് വെച്ച് നോക്കുമ്പോൾ കോമ്പറ്റീഷൻ കുറവാണ്, പക്ഷെ എക്സാം എന്തായിരിക്കും, കുറച്ച് ടഫായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഇപ്പോൾ വരാൻ പോകുന്ന 18-ാം തീയതിയുള്ള പരീക്ഷയാണ് ആദ്യം വരാൻ പോകുന്നത്. അടുത്ത പരീക്ഷകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒക്ടോബറിലായിരിക്കണം. ഈ വർഷം എക്സാംസ് ബാക്കി 2 നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ യൂണിവേഴ്സിറ്റീസിൻ്റെ നമ്മൾ വന്നിട്ടുള്ള സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആണ്. നമ്മുടെ ബിടെക്കിൻ്റെ ഏകദേശം അതേ സിലബസ് തന്നെയാണ് PSCയും ഫോളോ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ബിടെക് പഠിക്കുന്ന പോലെ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട. കാരണം PSCയിൽ എന്ത് മതി, നമുക്ക് കോൺസെപ്റ്റ് പഠിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസിലൂടെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക. ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ടോപ്പിക്ക്? സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാംസ് ഉണ്ട്, ഇലാസ്റ്റിക് കോൺസ്റ്റൻസ്, പോയ്സൺസ് റേഷ്യോ, ഹുക്സ് ലോ, മോർ സർക്കിൾ. ഇതിൽ നമ്മളിത് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും പ്രോബ്ലം വരുന്ന റീജിയൻസ് എന്തൊക്കെയായിരിക്കും? മോർ സർക്കിളിന്റെ പ്രോബ്ലം വരാം, പ്രിൻസിപ്പൽ സ്ട്രെസ്സിന്റെ പ്രോബ്ലം വരാം, തെർമൽ സ്ട്രെസ് തെർമൽ സ്ട്രെയിൻ്റെയൊക്കെ ചെറിയ പ്രോബ്ലംസ് വരാം, അതുപോലെ തന്നെ ഷാഫ്റ്റിന്റെ ചെറിയ പ്രോബ്ലം വരാം. ഇതുപോലെ പ്രോബ്ലം വരുന്ന റീജിയൻസ് കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. ബാക്കിയുള്ളത് നമ്മൾ ജനറൽ ആയിട്ടുള്ള പഠനം, അതായത് കോൺസെപ്റ്റ് നന്നായിട്ട് പഠിക്കുക, ക്വസ്റ്റ്യൻസ് കൂടുതൽ പരിചയപ്പെടുക. ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക, പിന്നെ മോക്ക് ടെസ്റ്റ് മാക്സിമം എടുക്കുക. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ട് വരുമ്പോഴേ നമുക്ക് എന്താവത്തുള്ളൂ, ഇതുമായിട്ടൊരു പരിചയം വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് മെക്കാനിക്സ് സോളിഡ്സ് വളരെ സിമ്പിളാണ്. ഇതൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 12 മാർക്കാണ്. ഇപ്പോൾ PSC 12 മാർക്ക് പറഞ്ഞാൽ ഇപ്പോൾ ക്വസ്റ്റ്യൻസിൽ പൊതുവെ തന്നെയാണ് 12 മാർക്കിനും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് 12 മാർക്ക് തന്നെ എക്സ്പെക്ട് ചെയ്യാം. അടുത്തതായിട്ട് തെർമോഡൈനാമിക്സ് ആണ്. നമ്മുടെ ബിടെക്കിന്റെ അതേ സിലബസ് തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ആദ്യത്തെ കുറേ പാർട്ട് നമുക്കറിയാം, നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. തെർമോഡൈനാമിക് സിസ്റ്റം, പ്രോപ്പർട്ടീസ്, പ്രോസസ്സേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് ഉണ്ട്. ഫസ്റ്റ് ലോ, 0th ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, നമ്മുടെ അവൈലബിൾ ഫംഗ്ഷൻ, അൺഅവൈലബിൾ ഫംഗ്ഷൻ, അതുപോലെ 3rd ലോ വരെയുള്ള കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഇക്വേഷൻസ്, കുറച്ച് ഡെറിവേഷൻസും കാര്യങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട, പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് അതിൻ്റെ ആവശ്യകത അതെന്ന് നമുക്ക് എങ്ങനെ പ്രോബ്ലം ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. അടുത്തൊരു ടോപ്പിക്കായിട്ട് വരുന്നത് ഗ്യാസ് മിക്സ്ചേഴ്സ് ആണ്. ഇപ്പോൾ മിക്സ്ചേഴ്സിൻ്റെ പ്രോബ്ലം ഒക്കെ നമ്മൾ ബിടെക്കിന് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് അത്രയും വലിയ പ്രോബ്ലം ഒന്നും ചെയ്യേണ്ടി വരത്തില്ല, ചെറിയ പ്രോബ്ലംസ് ചെയ്താൽ മതി. നമ്മൾ കൂടുതലും ക്വസ്റ്റ്യൻസ് നമുക്ക് സാധാരണ ചോദിക്കുക പ്രീവിയസ് ഗേറ്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ISROയുടെ ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കും PSCയുടെ ക്വസ്റ്റ്യൻസിനൊപ്പം തന്നെ. ഓക്കെ, പിന്നെ ഗ്യാസ് മിക്സ്ചേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ്. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് ആണ്. അപ്പോൾ അത് കുറച്ചുകൂടെ നമ്മുടെ
തെർമൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് ഇതേ ടോപ്പിക് തന്നെ വരുന്നുണ്ട്. നമ്മുടെ കാർനോട്ട് സൈക്കിൾ, ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ, ഡ്യുവൽ സൈക്കിൾ, ഈ 4 സൈക്കിൾസാണ് വരുന്നത്. അപ്പോൾ അതൊന്നും എന്തായാലും ചോദ്യം ഒരു 2 മാർക്കെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോർഷനിൽ നിന്ന് തന്നെ കിട്ടുന്ന രീതിയിലായിരിക്കും ചോദ്യം വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അടുത്ത സബ്ജക്റ്റ് ഫ്ലൂയിഡ് മെക്കാനിക്സും മെഷീൻസും ആണ്. അപ്പം നമ്മൾ ബിടെക്കിന് 2 സബ്ജക്റ്റ് ആയിട്ടാണ് എന്ത് പഠിച്ചത്, നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിച്ചത്. ഇപ്പോൾ നമ്മൾ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റും പഠിച്ചിട്ടുണ്ടാവും, ഫ്ലൂയിഡ് മെഷീനറി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ രണ്ടിനെയും കൂടി ഒരു കോമ്പിനേഷനാണ് നമുക്ക് എന്ത് വന്നേക്കുന്നത്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീൻസ് എന്ന് പറഞ്ഞ് വന്നേക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. അപ്പോൾ മെക്കാനിക്സിൽ ഇന്ന് തന്നെ നമ്മൾ മെക്കാനിക്സിന്റെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെക്കാനിക്സിന്റെ കുറേ പ്രോബ്ലംസും കുറേ വരുന്ന ചോദ്യങ്ങളും മുമ്പ് വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ മെക്കാനിക്സും പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് നമ്മുടെ മെഷീനറിയിൽ വരുന്നതാണ് പെൽട്ടൺ വീൽ, ഫ്രാൻസിസ് ടർബൈൻ, കപ്ലാൻ ടർബൈൻ, അതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ എയർ വെസൽസ്, ക്യാവിറ്റേഷൻ, പമ്പിന്റെ ലോസസ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മെഷീൻസിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഫ്ലൂയിഡ് മെഷീൻസിന്റെ പ്രോബ്ലംസ് എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് മെറ്റലർജിയാണ്. മെറ്റലർജി കുറച്ചുകൂടെ നമ്മൾ PSC മുമ്പ് ടെക്നിക്കൽ എക്സാമിന് പഠിച്ചിട്ടുള്ളവർക്കറിയാം, മെറ്റലർജി, പ്രൊഡക്ഷൻ, ഇങ്ങനെയുള്ള സബ്ജക്ട്സ് ഒക്കെ നമുക്ക് കുറച്ചുകൂടെ വാസ്റ്റായിട്ട് നമ്മൾ വായിക്കണം, ഒരുപാട് വായിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് പല ഏരിയയിൽ നിന്ന് ചോദിക്കാനായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ഈ പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റിനൊക്കെ നമുക്ക് കുറേയൊക്കെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരിക്കും ചോദിക്കുന്നത്. നമുക്കറിയാം കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും ചോദിക്കുന്നതെന്നൊരു ഐഡിയ ഉണ്ടാവും. പക്ഷേ ഈ മെറ്റലർജി അതുപോലുള്ള ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കും. ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, ഇതുപോലത്തെ സബ്ജക്റ്റിലായിരിക്കും നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കോൺസെപ്റ്റ് എല്ലാം നന്നായിട്ട് പഠിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് പഠിക്കുക. അതുപോലെ തന്നെ തെർമൽ എഞ്ചിനീയറിംഗ് നമുക്ക് പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ കുറച്ചുകൂടെ ഈസിയാണ് മറ്റ് സബ്ജക്റ്റിനേക്കാളും. നമുക്ക് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ മനസ്സിലാവും, നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും കണ്ടിന്യൂസ് വീണ്ടും വീണ്ടും ഒക്കെ ചോദിക്കുക. അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഇപ്പോൾ തെർമൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ തുടക്കത്തിൽ നമ്മൾ പഠിക്കുന്ന റാങ്കൈൻ സൈക്കിൾ മുതൽ പല ടെസ്റ്റ് സൈക്കിളുകളുണ്ട്, ബ്രേട്ടൺ സൈക്കിൾ, പിന്നെ നമ്മുടെ IC എഞ്ചിൻസിന്റെ ഒരു പോർഷൻ ഉണ്ട്, എന്താണ് IC എഞ്ചിന്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള പലതരം ടെസ്റ്റ്, മോഴ്സ് ടെസ്റ്റ്, ഫ്യൂൽ ടെസ്റ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് ടെസ്റ്റുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ വരാം. അപ്പോൾ പിന്നെ നമ്മുടെ കംപ്രസേഴ്സ് ഉണ്ട്, റൊട്ടേറ്ററി കംപ്രസേഴ്സ് ഉണ്ട്, റോട്ടറി കംപ്രസർ ഉണ്ട്, റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ ഉണ്ട്, കംപ്രസേഴ്സ്, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് തെർമൽ എഞ്ചിനീയറിംഗിൽ വരുന്നത്. ഇതും നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് ഈ തെർമൽ എഞ്ചിനീയറിംഗ്, തെർമോഡൈനാമിക്സ്, ഫ്ലൂയിഡ് മെഷീൻസ് ഒക്കെ നമുക്ക് ബിടെക്കിന് കുറച്ച് പാടായിരുന്നെങ്കിലും നമുക്ക് എന്താണ് ഇവിടെ കേരള PSCക്ക് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുള്ള സബ്ജക്ട്സ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് പഠിച്ച് അതിലോട്ട് പെട്ടെന്ന് വരാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ നമ്മൾ പഠിച്ചതിലെ ഹീറ്റ് ട്രാൻസ്ഫർ മാത്രം എന്തിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ തെർമൽ എഞ്ചിനീയറിംഗിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ കണ്ടക്ടിവിറ്റി, കൺവെക്ഷൻ, റേഡിയേഷൻ, അതിൽ റേഡിയേഷൻ അത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ പവർ പ്ലാന്റ് കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. നമുക്ക് ഹൈഡ്രോ, തെർമൽ, ഡീസൽ, ന്യൂക്ലിയർ, ഇങ്ങനെയുള്ള പവർ പ്ലാന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അതൊന്ന് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം എന്ത് ചെയ്താൽ മതി, പ്രതീക്ഷിച്ചാൽ മതി. ഹീറ്റ് ട്രാൻസ്ഫർ മൊത്തത്തിൽ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി നമ്മുടെ തിയറി ഓഫ് മെഷീൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇതും 2 സബ്ജക്ട്സ് ആയിട്ടാണ് പഠിച്ചത്, തിയറി ഓഫ് മെഷീൻസും ഡിസൈൻ ഓഫ് മെഷീൻസും, ഡൈനാമിക്സ് ഓഫ് മെഷീനറിയും. അപ്പോൾ ഈ 2 സബ്ജക്ട്സും പിന്നെന്താണ് നമ്മൾ DME എന്ന് പറഞ്ഞ ഡിസൈൻസ് ഓഫ് മെഷീൻ എലമെന്റ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 സബ്ജക്ട്സ് കൂടെയാണ് നമുക്ക് എന്ത് ചെയ്തേക്കുന്നത്, കോമ്പിനേഷൻ വന്നേക്കുന്നത്. എങ്കിലും എന്തേ ഉള്ളൂ, വളരെ കുറച്ച് ടോപ്പിക്കുകൾ, സെലക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, പഠിക്കാനായിട്ട് ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 4 ബാർ മെക്കാനിസം, അതുപോലെയുള്ള നമ്മുടെ സ്ലൈഡർ ക്രൈം മെക്കാനിസം, പിന്നെ എന്താണ് ഒരു ബേസിക് ആയിട്ടുള്ള നമ്മുടെ തിയറി ഓഫ് മെഷീൻസിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള ഫോർമുലാസ്, നമ്മുടെ ഗ്രഷോഫ്സ് നമ്പർ, ഇതൊന്നൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കൂടുതൽ ചോദ്യം വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് എന്താണ് ഡൈനാമിക്സ് ഓഫ് മെഷീനറിയിലായിട്ടാണ് പോകുന്നത്. നമ്മുടെ ബ്രേക്സ്, ഡൈനാമോമീറ്റേഴ്സ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതലും ചോദിക്കുക. പിന്നെ നമ്മുടെ ഗിയറിന്റെ പ്രൊഫൈല്, ഗിയർ ട്യൂത്ത്, ഇതൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ആണ്. ഇവിടെ നിന്നൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പിന്നെ ഡൈനാമിക്സിൽ നമുക്ക് വൈബ്രേഷന്റെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, കൂടുതൽ പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് എന്താണ്, ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് ആണ്. അവിടെ നമുക്ക് എന്തുണ്ട്, സ്റ്റാറ്റിക് മെഷീനിങ്,
സ്റ്റാറ്റിക് ലോഡിംഗ്, ഡൈനാമിക് ലോഡിംഗ്, പിന്നെ നമ്മുടെ തിയറീസ് ഓഫ് ഫെയിലിയേഴ്സ്. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടുണ്ടാകും. തിയറീസ് ഓഫ് ഫെയിലിയറിന്റെ ഒരു 2 ക്വസ്റ്റ്യനെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് മിനിമം പ്രതീക്ഷിക്കാം. തിയറീസ് ഓഫ് മെഷീൻസ് ഉണ്ടാവും. പിന്നെ എന്താണ് നമ്മുടെ SN ഡയഗ്രാം, പിന്നെ ബോൾട്ട്, റിവെറ്റ്, വെൽഡ്, ഷാഫ്റ്റ്, ഗിയർ, ഈ 4 സാധനങ്ങളുടെ ഡിസൈൻ. അപ്പോൾ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചു വെച്ചാൽ മതി. നമ്മൾ ഓരോ സബ്ജക്റ്റും കഴിയുമ്പോൾ അതൊന്ന് എന്ത് ചെയ്യുക, ഇതുപോലെ ചെകഞ്ഞെടുക്കുക. നമുക്ക് കാണാതെ പഠിച്ചു വെക്കേണ്ട കുറച്ച് ഇക്വേഷൻസ് ഉണ്ടാവും. അത് മാത്രം എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക. ഓക്കെ, ഇനി പ്രൊഡക്ഷൻ ടെക്നോളജിയാണ്. പ്രൊഡക്ഷൻ ടെക്നോളജിയിൽ നമ്മൾ പഠിച്ച 2-3 സബ്ജക്ട്സിന്റെ ഒരു കോമ്പിനേഷനാണ് വരുന്നത്. നമ്മുടെ മെഷീൻ ടൂൾസ്, അതുപോലെ മാനുഫാക്ചറിങ് എഞ്ചിനീയറിംഗ്, അതുപോലുള്ള കുറച്ച് സബ്ജക്ട്സിന്റെ ഒരു കോമ്പിനേഷനാണ് എന്ത് വരുന്നത്, നമ്മുടെ പ്രൊഡക്ഷൻ ടെക്നോളജി വരുന്നത്. അതിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ഇതിന്റെ തിയറിയൊക്കെ നമുക്കറിയാം. പക്ഷേ പറ്റുന്നത് എന്താണ്, നമ്മൾ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കുന്നില്ലല്ലോ. നമ്മൾ ബിടെക്കിന് ജസ്റ്റ് തിയറി പഠിക്കുക, അല്ലെങ്കിൽ ഒരു പടം വരയ്ക്കുക, അതിന്റെ വർക്കിംഗ് എഴുതുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇപ്പോൾ അതെന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്നൊക്കെ നമ്മൾ നല്ല രീതിക്ക് എന്ത് ചെയ്യുക, നമ്മൾ കാരണം ലാബും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ കാസ്റ്റിംഗ് അതുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലാബിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഐഡിയ ഉണ്ടാവും ഇതിനെപ്പറ്റി. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചുകൂടെ കൂടുതലായിട്ട് ഇതിന്ന് എല്ലാ പോർഷൻസും എന്ത് ചെയ്യുക, നന്നായിട്ട് വായിച്ച് മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് നമ്മൾ പോകും. ഓക്കെ, പ്രൊഡക്ഷൻ ടെക്നോളജിയിൽ പിന്നെ എന്താ ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ അൺകൺവെൻഷണൽ മെഷീനിങ് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. കെമിക്കൽ മെഷീനിങ്, എച്ചിങ്, അതുപോലുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ലിമിറ്റ്സ് ആൻഡ് ഫിറ്റ്സ്, ടോളറൻസ്, ഇതൊക്കെ പണ്ടൊക്കെ നമ്മുടെ സിലബസിൽ ഗ്രാഫിക്സിൻ്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ സിലബസ് ഒക്കെ പഠിച്ചു വന്നവർക്ക് എന്തില്ല, ഇത് നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടാവത്തില്ല. പിന്നെ CMM, കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ് ഉണ്ട്. അതിൽ തന്നെ വരുന്ന കാര്യങ്ങളാണ് നമ്മുടെ CAD/CAM, അഡിറ്റീവ് മാനുഫാക്ചറിങ് ഒക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ എന്താണ് പ്രൊഡക്ഷൻ ടെക്നോളജിയിൽ കവർ ചെയ്യും. പിന്നെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ്, ഇതും നമ്മൾ 3-4 സബ്ജക്റ്റ് ആയിട്ട് എലക്റ്റീവ് ആയിട്ടും ഒക്കെ പഠിച്ച സാധനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിൽ വരുന്നത് 12 മാർക്കാണെങ്കിലും നമ്മൾ ഇതിന് എന്ത് ചെയ്യേണ്ടി വരും, ഈ 12 മാർക്കിന് വേണ്ടിയിട്ട് നല്ല രീതിക്ക് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് 3 സബ്ജക്ട്സ് ആണ് അങ്ങനെ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, മെറ്റലർജി, പിന്നെ എന്താണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്. ഈ 3 സബ്ജക്ട്സ് നമ്മൾ ഒരുപാട് വായിക്കണം. നമ്മളിപ്പോൾ കോൺസെപ്റ്റിന്റെ എല്ലാം വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡഡ് ആണ്. നമ്മൾ ഇനി ഇതിന്റെ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ മാനേജ്മെന്റ് വരുന്നുണ്ട്, നമ്മുടെ പല പ്രോസസ്സുകൾ, പ്ലാന്റ് ലേഔട്ട്, പ്രോസസ് ലേഔട്ട്, ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നമ്മൾ ഇനി ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കൂടുതൽ ക്വസ്റ്റ്യൻസിലൂടെ ഈ കാര്യങ്ങളൊക്കെ കവർ ചെയ്യും. പിന്നെ നമ്മുടെ എന്താണ് നമ്മുടെ ലീനിയർ പ്രോഗ്രാമിംഗ്, CPM, PERT, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള പ്രോബ്ലംസ് നമ്മൾ പഠിച്ചിട്ടുള്ളതെല്ലാം എന്താണ്, വലിയ പ്രോബ്ലംസ് ആണല്ലേ, 20 മാർക്കിൻ്റെയൊക്കെ പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ ഇതിലൊക്കെ കൂടുതലും പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമുക്ക് ചെറിയ ചെറിയ പ്രോബ്ലംസേ ഉള്ളൂ. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. പ്രോബ്ലംസ് കൂടുതൽ വരുന്നതാണ് നമുക്ക് നല്ലത്. കാരണം പ്രോബ്ലംസ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ഇന്ന പ്രോബ്ലംസ് ആണെന്നുള്ള രീതിയിൽ നമുക്ക് കൂടുതൽ നന്നായിട്ട് പഠിക്കാൻ പറ്റും. ബാക്കി തിയറി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ കോൺസെപ്റ്റ് എല്ലാം മനസ്സിലാക്കിയാലേ തിയറി ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിലബസിൽ വരുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്നതെന്ന് പറയുന്നത് എന്ത് ചെയ്യുക, വളരെ ചിട്ടയായിട്ട് എന്ത് ചെയ്യുക, ചിട്ടയായിട്ട് പഠിക്കുക. എക്സാംസ് എല്ലാവർക്കും എന്തായിരിക്കും, ഈസി ആയിരിക്കും. നമുക്ക് എന്താണ് റാങ്ക് നേടുക, ജോലി നേടുക. താങ്ക് യു.